ഇതെന്തോന്ന് ആറാ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വിട്ട് എങ്ങനാടാ ഇങ്ങനൊക്കെ പടച്ചുവിടാൻ തോന്നുന്നത്? പണ്ട് ചെറിയ കീപാഡ് നോക്കിയയുടെ മൊബൈലിൽ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ, ഒരു കുരങ്ങ് ഇങ്ങനെ മരം കയറി പോന്നെ. ഇത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏട്ടൻ നമുക്ക് വേണ്ടി വലിയൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലേ ഇങ്ങനെ വരാൻ പറഞ്ഞത്, ഒക്കെ പറഞ്ഞു തരാം. ഏട്ടൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയെ അങ്ങനെ കടലിൻ്റെ നടുക്ക് നിൽക്കുന്ന തെങ്ങിൻ്റെ മേളിലിരുന്നുകൊണ്ട് ഏട്ടൻ ഇസയെ കടലിലേക്ക് വരാൻ വിളിക്കും. ഗ്രൗണ്ടിൽ കൂടെ ഓടുന്ന പോലെ അവൾ കടലിൻ്റെ നടുവിലൂടെ ഒരു ഓട്ടമാണ്. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? എന്നിട്ട് നോക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു കുട്ടിച്ചാത്തനാണ്. നോക്ക് വെള്ളത്തിന്റെ മേളിൽ കയറി നിൽക്കുമ്പോഴും ആ മുഖത്ത് അതിന്റെ എന്തെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടോ നോക്ക്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇങ്ങനെയാണോ പ്രായമുള്ളവരെ വിളിക്കുന്നത്? ഞാൻ എന്റെ അപ്പനെ വരെ ഇങ്ങനെയാ വിളിക്കാം. ഈ വർത്താനം കേട്ടതും ഏട്ടൻ അവളെ കടലിലേക്ക് പിടിച്ച് തെളിയാൻ കിട്ടും. എന്തിനാണ് കൊച്ചിനെ നല്ല കൊച്ചാക്കാൻ ഏട്ടൻ പെട്ടാപ്പാട് വിടുന്നുണ്ട്. ഏട്ടക്കൊരു ഗാനമേളയൊക്കെ ഉണ്ട് രണ്ടുകൂടെ. ഓഹ്, അൺസഹിക്കബിൾ. തെളിയൂ വെൺതാരമേ അരുവിനീ ഒടുവിനീ കടലു പുൽകിയലിയാറാ. സകൃതഗിരി ബെറോസിന്റെ കരയവരാതം കഴിഞ്ഞു. ഇനി ഇസയുടെ കടലവരാതം. എന്തുവാടാ ഇതൊക്കെ കണ്ടിട്ട് ഡോറ ബുജ്ജി പോലും തല കുരിച്ചതാണ് കേട്ടത്. ഈ പടത്തിലെ ഗുരു സോമസുന്ദരത്തിന്റെ റോള് കണ്ടപ്പോഴാണ് ഏട്ടന് പുള്ളിക്കാരനോട് നല്ല രീതിയിൽ എന്തോ ദേഷ്യമുള്ള പോലെ തോന്നിയത്. വെറും കോമാളിയാക്കി കളഞ്ഞു. എങ്ങോട്ട് നോക്കാൻ? പടത്തിലെ മെയിൻ വില്ലത്തി